നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്റർ മയാമിയുടെ ഏഷ്യൻ ടൂർ എല്ലാ അർത്ഥത്തിലും ഒരു ദുരന്തമായിരുന്നു. കളിച്ച 4 കളികളിൽ 3 പൊട്ടി. അതിപ്പോൾ ഏറ്റവും അവസാനത്തത് സമനിലയാണെന്നൊക്കെ പറഞ്ഞു നിൽക്കാമെങ്കിലും പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അവർ വീണു. സൗദി അറേബ്യയിലേക്ക് പോയപ്പോൾ അവിടുത്തെ 2 ടീമുകളോടും തോറ്റു. ആകെ ജയിച്ചത് ഹോങ്കോങ് ഓൾ സ്റ്റാർ ടീമിനോടാണ്. അതിൽ പക്ഷേ ലിയോ മെസ്സി കളിച്ചിട്ടില്ല. ആ കളിക്കാത്തത് വലിയ വിവാദമാവുകയും അവിടെ ആരാധകർ ഞങ്ങളുടെ പണം തിരികെ തരൂ എന്ന് ചാൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. ആകെ വലിയ വിവാദമായിരുന്നു. പിന്നെ അതിൻ്റെ ഓർഗനൈസേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നു, ഹോങ്കോങ് ഗവൺമെൻറ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നു. യഥാർത്ഥത്തിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല ഇന്റർ മയാമിക്ക് സമ്മാനിച്ചത്. ഇപ്പോൾ അൽ ഹിലാലിനോട് 2ാം പകുതിയിൽ കളിച്ച ആ കളി മാത്രമാണ് ഇന്റർ മയാമിക്ക് ആശ്വാസം. 4-3 മയാമി തോറ്റത്. 2ാം പകുതിയിൽ മികച്ച പ്രകടനം പുറത്തെടുത്തു. സംഗതി അൽ ഹിലാലിൻ്റെ 13 താരങ്ങൾ ആബ്സെൻ്റ് ആയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും ഒരു പൊരുതാനുള്ള കെൽപ്പ് ടീമിനുണ്ട് എന്ന് തോന്നിച്ചത് ആ കളി മാത്രമാണ്. അൽ നസറിനോട് പിന്നെ ചിത്രത്തിലേ ഇല്ലായിരുന്നു. ക്രിസ്ത്യാനോയും മാനേയും ഖരീബും ഒന്നുമില്ലാത്ത അൽ നസറിനോടാണ് അങ്ങനെ കളിച്ചതെന്ന് കൂടി നോക്കണം. മെസ്സി അവസാനം കുറേ സമയം മാത്രമേ കളിച്ചുള്ളൂ ആ കളിയിൽ. അവിടെ മുതൽ പ്രശ്നങ്ങളാണ്, പൂർണ്ണമായ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. മെസ്സി അടുത്ത കളി കളിച്ചില്ല. പിന്നെ ജപ്പാനിലേക്ക് പോയി. ജപ്പാനിൽ ഇന്നലെ മെസ്സി 30 മിനിറ്റാണ് കളിച്ചത്. അത് ആരാധകർക്ക് ആശ്വാസകരമാണ്. മെസ്സി തിരികെ എത്തുന്നു. മെസ്സിക്ക് 2 നല്ല അവസരങ്ങൾ ലഭിച്ചു, 2ഉം ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. കളി സമനില. പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോറ്റു. അതിനൊക്കെ പുറമെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ബുസ്കറ്റ്സിന് പരിക്കേറ്റിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഇനി വരേണ്ടതുണ്ട്. MLS സീസണൊക്കെ തുടങ്ങാൻ പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹം പരിക്കേറ്റ് പുറത്തിരിക്കേണ്ട ഒരവസ്ഥ വന്നാൽ അത് വലിയ തിരിച്ചടിയാവും മയാമിക്ക്. ഇപ്പോൾ ഏഷ്യൻ ടൂർ ഈ രൂപത്തിൽ അവസാനിച്ചത് മാത്രമല്ല, അതിനു മുമ്പ് നടത്തിയ 2 പ്രീ സീസൺ കളികൾ എൽ സാൽവഡോറിനെതിരെ വിജയിക്കാൻ പറ്റിയില്ല. FC ഡല്ലസിനോട് തോറ്റു. ഇനിയിപ്പോൾ നെവൽ ഓൾഡ് ബോയ്സുമായിട്ടൊരു കളിയുണ്ട്. അത് മെസ്സിയുടെ കുട്ടിക്കാല ക്ലബ്ബാണ് എന്നുള്ളൊരു വൈകാരികത കൂടി അതിലുണ്ടെങ്കിലും അർജന്റീൻ ക്ലബിനോട് വിജയിക്കണം എന്നുള്ളത് തന്നെയാണ് ഇന്റർ മയാമിയുടെ ലക്ഷ്യം. കാരണം നല്ല രൂപത്തിൽ അവർക്ക് ഈ ഒരു പ്രീ സീസൺ അവസാനിപ്പിക്കണം. ഫെബ്രുവരി 16 പുലർച്ചെ ഇന്ത്യൻ സമയം 6 മണിക്കാണ് ഇന്റർ മയാമി വേഴ്സസ് ന്യൂവൽ ഓൾഡ് ബോയ്സ് മത്സരമുള്ളത്. ഇപ്പോൾ മയാമിയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ടുള്ള തോൽവികൾ അവർക്ക് വലിയ ഒരു നിരാശയുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണിലെ കളികൾ കൂടി എടുക്കുമ്പോൾ കഴിഞ്ഞ 14 മാച്ചുകളിൽ മയാമി ജയിച്ചത് ഹോങ്കോങ്ങിനെതിരെയുള്ള ഒറ്റ കളിയാണ്. 9 കളികൾ അവർ തോറ്റു. 4 കളികൾ സമനിലയിൽ പിരിഞ്ഞു. ഏതായാലും വലിയ ദുരന്തമാണ് പ്രീ സീസണിലും സംഭവിച്ചിരിക്കുന്നത്. എങ്കിലും ഇത് പ്രീ സീസൺ മാത്രമാണ്. സീസൺ ആകുമ്പോഴേക്കും കാര്യങ്ങൾ സെറ്റാവുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ലൂയിസ് സുവാരസിൻ്റെ ഫോമിലൊക്കെ വലിയ സംശയങ്ങൾ ആരാധകർ പ്രകടിപ്പിക്കുന്നുണ്ട്. മയാമിക്ക് നല്ല മുന്നേറ്റ നിരയുണ്ട് എന്ന് പലരും വിലയിരുത്താറുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറച്ച് കളികളിൽ നമ്മളത് കാണുന്നില്ല. ഡിഫൻസ് ആകട്ടെ വലിയ പരിതാപകരമായ സ്ഥിതിയിലാണ് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നതുമാണ്. എങ്കിലും മെസ്സി ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യും. മെസ്സി മുന്നോട്ട് ടീമിനെ കൊണ്ടുപോകും എന്ന പ്രതീക്ഷയിൽ ആരാധകർ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2025 ആ ബൃഹത്തായ ക്ലബ് വേൾഡ് കപ്പാണ്. അതിൽ മെസ്സിയെ കാണാൻ പറ്റുമോ? അത്തരത്തിലുള്ള ഒരു ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഇനാഗുറൽ ടൂർണമെൻ്റാണ്. ക്രിസ്ത്യാനോയുടെ അൽ നസർ ഒരു പക്ഷേ AFC ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യത ഇപ്പോൾ വളരെ നല്ല രൂപത്തിൽ തുറന്ന കിടപ്പാണ്. അപ്പോൾ മെസ്സി കൂടി അങ്ങോട്ടേക്ക് എത്തിയെങ്കിൽ എന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. നെയ്മറുടെ അൽ ഹിലാൽ നേരത്തെ തന്നെ ക്വാളിഫൈഡുമാണ്. ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.